എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ ടി ബി MD ആൻഡ് CEO ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോസിറ്റീവ് ഓപ്പണിംഗ് ആണ്. ഇന്നലെ നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത് അറൗണ്ട് 100 പോയിൻറ്റ്സ് ബെറ്റർ ആയിട്ടായിരുന്നു വെള്ളിയാഴ്ചയിലത്തെ ക്ലോസിംഗ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ. ഇന്ന് മോർണിംഗിലും അതേ ലെവലിൽ തന്നെയാണ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നാസ്ഡാക്കും അതുപോലെ തന്നെ S&P 500 ഒക്കെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നലെ. അതോടൊപ്പം തന്നെ ബ്രോഡ്കോം, മൈക്രോസോഫ്റ്റ്, NVIDIA ഈ സ്റ്റോക്കുകളും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. അമേരിക്കയിലത്തെ പൊതുവെ എക്സ്പെക്റ്റേഷൻ ടെക്നോളജി സ്റ്റോക്കുകൾ, അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് സ്റ്റോക്കുകൾ, ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകൾ ഇതൊക്കെ നല്ല രീതിയിൽ വീണ്ടും മുന്നേറുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. ഒപ്പം US ഫെഡ് ഒരു പക്ഷേ സെപ്റ്റംബറോ നവംബറോ മുതലോ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്ന തീരുമാനം എടുക്കുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനുണ്ട്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് അമേരിക്കൻ മാർക്കറ്റുകളിൽ കാണുന്നത്. പൊതുവെ ഒപ്റ്റിമിസമാണ് അമേരിക്കൻ മാർക്കറ്റിൽ, പ്രത്യേകിച്ച് ടെക്നോളജി സ്റ്റോക്കുകളിലുള്ള റാലി വീണ്ടും വലിയ രീതിയിലുള്ള ഒരു ഒപ്റ്റിമിസമാണ് അമേരിക്കയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഗോൾഡ്മാൻ സാക്സ് S&P 500 ടാർജറ്റ് 5600 ആയിട്ട് ഉയർത്തിയിരിക്കുകയാണ്. ഡിസംബറിനുള്ളിൽ 5600 ഹിറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏകദേശം 5500-അടുത്താണ്. 5488 ലെവലിലൊക്കെയാണ് പുതിയ ഹൈ വന്നിട്ടുള്ളത്. ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ള 5473.23 അപ്പോൾ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് തന്നെയാണ് അമേരിക്കയിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇത് പൊതുവെ ഗ്ലോബൽ മാർക്കറ്റുകൾക്ക് പോസിറ്റീവ് ആവാനാണ് ചാൻസസ്. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ക്ലോസിംഗ് ആയിരുന്നു, ഏഷ്യൻ മാർക്കറ്റുകളും മിക്സഡ് ക്ലോസിംഗ് ആയിരുന്നു. പക്ഷേ ഇന്ന് മോർണിംഗിൽ എല്ലാ ഏഷ്യൻ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റി ഇന്നലെ ട്രേഡിംഗ് ഉണ്ടായിരുന്നു 100 പോയിൻറ്റോളം ബെറ്റർ ആയിട്ടാണ് വെള്ളിയാഴ്ചയിലത്തെ ക്ലോസിംഗ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിൽ അതേ ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡും അതുപോലെ തന്നെ ബ്രണ്ട് ക്രൂഡ് ഓയിലാണ് ബെറ്റർ ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ. ഇന്ന് മോർണിംഗിലും ബെറ്റർ ആയിട്ട് തന്നെയാണ് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസൊക്കെയാണ് ഗോൾഡിൽ വീണ്ടും ബൈയിങ് കാണാനുള്ള കാരണം. അതോടൊപ്പം തന്നെ ക്രൂഡ് ഓയിൽ വീണ്ടും മുന്നേറിയിരിക്കുകയാണ്. $84.25 പെർ ബാരലിനാണ് ക്രൂഡ് ഓയിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. മിഡിൽ ഈസ്റ്റ് ടെൻഷൻ തന്നെയാണ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിൽ വീണ്ടും ഒരു വർധനവിന് കാരണമായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് തന്നെയാണ് നെഗറ്റീവായിട്ട് മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ന്യൂസ് ഫ്ലോസ് ഇപ്പോൾ ഗ്ലോബലി ഉള്ളൂ. മറ്റെല്ലാ ന്യൂസ് ഫ്ലോസും വരുന്നത് പൊതുവെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസുകളാണ്. നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തതിനു ശേഷം ധാരാളം ന്യൂസ് ഫ്ലോസൊക്കെ വന്നിരുന്നു. നമ്മുടെ വീക്കിലി പോഡ്കാസ്റ്റിൽ ഇത്തരത്തിലുള്ള ന്യൂസുകളൊക്കെ അനൗൺസ് ചെയ്തിരുന്നതാണ്, സജഷനായിട്ട് ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിരുന്നതാണ്. എന്നിരുന്നാലും ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്, പോസിറ്റീവായിട്ട് ന്യൂസ് ഫ്ലോസ് ഉള്ള കമ്പനികൾ റൈറ്റ്സ് ആണ്. റൈറ്റ്സ് ദാമോദർ വാലി കോർപ്പറേഷനായിട്ടൊരു MOU സൈൻ ചെയ്തിരിക്കുകയാണ്. ഇൻഫ്രാ വർക്കുകൾക്കാണ്, പോസിറ്റീവാണ്. റെയിൽവേ റിലേറ്റഡ് സ്റ്റോക്കാണ്. അതോടൊപ്പം തന്നെ റോട്ടോ പമ്പിന് ഓർഡേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ബയോഗ്യാസ് പ്ലാന്റുകളിൽ നിന്നുള്ള ഓർഡറാണ്, പോസിറ്റീവാണ്. ജെഫ്രീസ് ഫോറിൻ പോർട്ട്ഫോളിയോ റിസർച്ച് ഫേമാണ് GMR ഇൻഫ്രനെ അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. നല്ല രീതിയിലാണ് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഈ സ്റ്റോക്ക് അവർ വാങ്ങിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളുണ്ട്. GMRനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ S&P സ്റ്റാൻഡേർഡ് ആൻഡ് പൂവേഴ്സ്, ടാറ്റ മോട്ടോർ, ടാറ്റ സ്റ്റീൽ, ടാറ്റ പവർ ഈ കമ്പനികളുടെ റേറ്റിംഗ് ഉയർത്തിയിരിക്കുകയാണ്. ഇതും ഈ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഐഡിയ അവരുടെ 21.5% സ്റ്റേക്ക് ഉണ്ട് ഇൻഡസ് ടവേഴ്സിൽ. സെല് ചെയ്യാനുള്ള പ്ലാനിലാണ്. $2.3 ബില്യൺ ലഭിക്കുന്നതാണ് പറയുന്നത്. ഐഡിയനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇനി GST കൗൺസിൽ മീറ്റിംഗ് ആണ് ജൂൺ 22-ന്. ബഡ്ജറ്റ് റിലേറ്റഡ് ഡിസ്കഷനും GST റിലേറ്റഡ് ഡിസ്കഷനും ഒക്കെ ഉണ്ടാവാം. പെട്രോളിയം പ്രോഡക്റ്റുകൾ, പ്രത്യേകിച്ച് ഡീസൽ, പെട്രോൾ, CNG, ATF ഒക്കെ GSTയിൽ കൊണ്ടുവന്നേക്കും എന്നുള്ള റൂമറുകളൊക്കെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല സെക്ടറിലും അഡ്വേഴ്സ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള GST റേറ്റുകളൊക്കെ റിവൈസ് ചെയ്യുന്ന റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ അതാത് സെക്ടർ സ്റ്റോക്കുകൾക്കൊക്കെ അത് പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ഒരു കമ്പനിയിൽ നല്ല രീതിയിലുള്ള സ്റ്റേക്ക് ബൈയിങ് നടത്തിയിട്ടുണ്ട്. ഈ കമ്പനിയുടെ മേജർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന റിസർച്ചാണ്. ഇപ്പോഴത്തെ ലിഥിയം അയോൺ ബാറ്ററി ഉപയോഗിച്ചുള്ള കാറുകളുടെ കപ്പാസിറ്റി, അതായത് മൈലേജ് വരുന്ന ഒരു ചാർജിന് 500-550 കിലോമീറ്ററാണ്.
ഇത് 1000 കിലോമീറ്ററായി ഉയർത്താനുള്ള ഒരു റിസർച്ചിലാണ് ഈ കമ്പനി ഏർപ്പെട്ടിട്ടുള്ളത്. മിക്കവാറും അത് സക്സസ് ആവുന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസ് ആയിരിക്കാം. അപ്പോൾ ഒന്ന് വാച്ച് ചെയ്യുന്നത് നന്നായിരിക്കും ഈ സ്റ്റോക്ക്. ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റം നമ്മുടെ തന്നെ ടോപ്പിക്കുകളിലൊന്നാണ്. ബാംഗ്ലൂർ മെട്രോ റെയിൽ കോർപ്പറേഷൻ്റെ 36 ട്രെയിൻ സെറ്റുകളിൽ 34 മാനുഫാക്ചർ ചെയ്യാൻ പോകുന്ന ടിറ്റഗ്രയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഒപ്പം ടിറ്റഗ്ര ഡ്രൈവർലെസ് മെട്രോ ട്രെയിനിൻ്റെ ട്രയൽ റണ്ണും ആരംഭിച്ചിട്ടുണ്ട്. പോസിറ്റീവായിട്ട് ന്യൂസാണ് ടിറ്റഗ്രനെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ വേദാന്ത ഹ്യൂജ് എക്സ്പാൻഷനാണ് ലൈബീരിയയിൽ പ്ലാൻ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രൊജക്റ്റും എക്സ്പാൻഷനും ഒക്കെ പ്രോഫിറ്റബിലിറ്റി കൂട്ടാനായിട്ട് വേദാന്ത എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഡീമർജറും വരികയാണ്. 100 ഷെയർ 600 ഷെയറായിട്ട് വിവിധ കമ്പനികളിലേക്ക് ഡീമർജ് ചെയ്യുകയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് വേദാന്തതിനെക്കുറിച്ചും. ഗോദാവരി പവർ ആൻഡ് ഇസ്പാറ്റ് 1400 രൂപ പെർ ഷെയറിന് ബൈബാക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മാർക്കറ്റ് പ്രൈസ് 1078 റേഞ്ചൊക്കെയാണ്. നല്ലൊരു ഓഫറാണ്. പക്ഷേ 1.64% ആണ് ടോട്ടൽ ഇക്വിറ്റിയുടെ ബൈബാക്ക് നടത്തുന്നുള്ളൂ. അതിൻ്റെ റെക്കോർഡ് ഡേറ്റും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ജൂൺ 28 ജൂൺ 28 ആരുടെ പേരിലൊക്കെയാണ് ഷെയർ ഉള്ളത് അവർക്ക് അതിൽ എലിജിബിലിറ്റി ഉണ്ടായിരിക്കും. എത്ര ഷെയർ എടുക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാനായിട്ട് സാധിക്കില്ല. ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ചായിരിക്കും അതിൻ്റെ ഒരു അലോക്കേഷൻ വരാൻ പോകുന്നത്. ഇനി പേടിഎം സൊമാറ്റോ. പേടിഎം 2017 അക്വയർ ചെയ്യുന്ന ഓൺലൈൻ ടിക്കറ്റിങ്ങും ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുണ്ട്. 35 കോടി രൂപയ്ക്കാണ് പേടിഎം അക്വയർ ചെയ്തിരുന്നത്. അത് 1700-2000 കോടി ലെവലിൽ സൊമാറ്റോയ്ക്ക് വിൽക്കുന്നതാണ് പറയുന്നത്. പേടിഎമ്മിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ന്യൂസാണ്. ഇന്നൊരു പക്ഷേ അപ്പർ ഫ്രീസിങ്ങിലേക്ക് പോകാൻ ചാൻസസ് ഉള്ളൊരു ന്യൂസും കൂടിയാണ് പേടിഎമ്മിനെ കുറിച്ച്. അപ്പോൾ പേടിഎം ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങി വയ്ക്കുന്നത് നന്നായിരിക്കുന്നതാണ് എൻ്റെ ഒരു സജഷൻ. കാരണം ഓൾമോസ്റ്റ് എല്ലാ നെഗറ്റീവ് ന്യൂസ് ഫ്ലോസും ഡിസ്കൗണ്ടഡ് ആയിട്ടുണ്ട്. മുമ്പ് പേടിഎം നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഒരു ബെനിഫിറ്റ്സ് അടുത്ത ദിവസങ്ങളിൽ കിട്ടാനുള്ള ചാൻസസും ഉണ്ട്. ഈ അക്വിസിഷൻ സൊമാറ്റോനെ സംബന്ധിച്ചും സ്ലൈറ്റ്ലി പോസിറ്റീവ് തന്നെയാണ്. കാരണം സൊമാറ്റോ ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റികൾ നോക്കി നടത്തിയിട്ടുള്ളൊരു കമ്പനിയും കൂടിയായിരുന്നു. കവച്ച് ടെൻഡർ റെയിൽവേ ഇൻവൈറ്റ് ചെയ്യാൻ പോവാണ്. 10,000 കിലോമീറ്ററിനും കൂടിയുള്ള കവച് ടെൻഡറാണ്. ഇപ്പോൾ 6,000 കിലോമീറ്ററിലാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഇംപ്ലിമെൻറ്റേഷൻ പൂർത്തിയായിട്ടുള്ള 3,000 കിലോമീറ്ററാണ്. ബാലൻസ് 3000 നടക്കുകയാണ്. ഇപ്പോൾ റെയിൽവേ ആക്സിഡൻറ്റുകളൊക്കെ വീണ്ടും ഉണ്ടായിട്ടുള്ള സ്ഥിതിക്ക് കവച് ടെൻഡർ ഒന്ന് സ്പീഡപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ സെക്ടറിലുള്ള KEC ഇൻ്റർനാഷണൽ, HBL പവർ, അശോക ബിൽഡ്കോൺ, അതുപോലെ തന്നെ കെർണസ് മൈക്രോ സിസ്റ്റം, ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. വിപ്രോ കഴിഞ്ഞ 2 ദിവസമായിട്ട് 2-3 ഓർഡേഴ്സ് ബാക്ക് ചെയ്തിട്ടുണ്ട്. വിപ്രോനെ സംബന്ധിച്ചും പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇലക്ട്രോണിക് സ്മാർട്ട് ഇന്ത്യ അവരുടെ ബജാജ് ഇലക്ട്രിക്കൽസ് എന്ന പേരിലുള്ളൊരു മാള് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. 8,000 സ്ക്വയർ ഫീറ്റാണ്. തെലങ്കാനയിലാണ്. ഇലക്ട്രോണിക് മാർട്സിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഏറ്റവും മേജറായിട്ടുള്ള പോസിറ്റീവ് ന്യൂസ് എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിലാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡിന് ധാരാളം ഓർഡേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്ന് 156 ലൈറ്റ് കോമ്പാക്റ്റ് ഹെലികോപ്റ്ററുകൾക്കുള്ള ഓർഡർ കിട്ടുകയാണ്. 50,000 കോടിയാണ് ഇതിൻ്റെ ടോട്ടൽ ഓർഡർ സൈസ് വരുന്നത്. അതോടൊപ്പം തന്നെ ഏപ്രിലിൽ ഉള്ള ഒരു ഓർഡർ പെൻഡിങ് ഉണ്ട്. 97 ലൈറ്റ് കോമ്പാക്റ്റ് തേജസ് MK-1A എയർക്രാഫ്റ്റുകൾക്കുള്ളതാണ്. ഈ ഓർഡറും പെൻഡിങ് ആണ്. അപ്പോൾ ഹ്യൂജ് എക്സ്പാൻഷൻ വേണ്ടി വരും ഇത്തരത്തിലുള്ള ഓർഡറൊക്കെ മീറ്റ് ചെയ്യണമെങ്കിൽ. HALനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. ഒപ്പം മറ്റ് എല്ലാ ഡിഫൻസ് റിലേറ്റഡ് കമ്പനികളെ സംബന്ധിച്ച് ഈ ന്യൂസ് പോസിറ്റീവാണ്. പ്രത്യേകിച്ച് ഭാരത് ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ ഡാറ്റ പാറ്റേൺസ്, അതുപോലെ തന്നെ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്, കൊച്ചിൻ ഷിപ്പ് യാർഡ് ലിമിറ്റഡ്. കൊച്ചിൻ ഷിപ്പ് യാർഡിനും ധാരാളം പോസിറ്റീവ് ന്യൂസസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ്, ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ച് ഈ ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഓർക്കിഡ് ഫാർമ നമ്മുടെ തന്നെ ടോപ്പിക്കുകളിലൊന്നാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്ത ഡ്രഗാണ് 2008. ഇതുവരെ പക്ഷേ ഓർക്കിഡിനത് മാർക്കറ്റ് ചെയ്യാനോ മാനുഫാക്ചർ ചെയ്യാനോ പറ്റിയിരുന്നില്ല. 2008 ഡ്രഗ് ഡെവലപ്മെൻറ്റിന് ശേഷം ഓർക്കിഡ് വലിയ കൊളാപ്സിലേക്കാണ് പോയിട്ടുള്ളത്. അതിനുശേഷം ധനുക ഗ്രൂപ്പ് ടേക്ക് ഓവർ ചെയ്തതിന് ശേഷമാണ് ഓർക്കിഡ് വലിയ രീതിയിൽ മുന്നേറി
മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ധനുക ലാബറട്ടറീസ് ആയിട്ട് മെർജറും പ്രപ്പോസലുണ്ട്. അപ്പോൾ ഈ ഡ്രഗ് ബാക്ടീരിയ റെസിസ്റ്റൻ്റ് ബാക്ടീരിയകളെ എതിരെ ആക്ഷൻ എടുക്കുന്ന ഡ്രഗാണ്. വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഡ്രഗാണ്. ഈ ഡ്രഗ് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്ത് മാർക്കറ്റിംഗ് ചെയ്യാൻ പോവുകയാണ്. ഓർക്കിഡിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. സുന്ദരം ഫാസ്റ്റനേഴ്സ് ഇതുവരെ 4000 കോടി രൂപ വരെ ഓർഡേഴ്സ് ബാഗ് ചെയ്ത് കഴിഞ്ഞു ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെൻറ്റിൽ നിന്നാണ്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. കാരണം അടുത്ത 5-6 വർഷത്തേക്കുള്ള ഓർഡർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഫർദർ വലിയ രീതിയിലുള്ള ഓർഡറാണ് ഈ കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. അഡാനി എൻ്റർപ്രൈസസ് നമ്മൾ വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു. അഡാനി പ്രൊമോട്ടേഴ്സ് സ്റ്റേക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ടോട്ടൽ സ്റ്റേക്ക് അഡാനി പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റേക്ക് അഡാനി എൻ്റർപ്രൈസിൽ 73.95%. അതിന് മുമ്പ് 71.95%. വളരെ പോസിറ്റീവ് ന്യൂസാണ്. അടുത്ത മാസങ്ങളിൽ ഒരു ഡീമർജറൊക്കെ അനൗൺസ് ചെയ്യാൻ ചാൻസസ് ഉള്ളൊരു കമ്പനിയാണ് അഡാനി എൻ്റർപ്രൈസസ്. ബിഗ് ബ്ലോക്ക് കൺസ്ട്രക്ഷൻസ് ലിമിറ്റഡ് നമ്മുടെ റെക്കമെൻഡ് സ്റ്റോക്കാണ്. അവർ JV ഉണ്ടായിരുന്നു, തായ്ലൻഡ് കമ്പനി ആയിട്ട്. ഗുജറാത്തിലാണ് ആ JVയുടെ കമേഴ്സ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചിരിക്കുകയെന്ന്. വളരെ പോസിറ്റീവ് ന്യൂസാണ്. കൺസ്ട്രക്ഷൻ മെറ്റീരിയലിൽ ESG റിലേറ്റഡ് ESG കംപ്ലൈൻറ്റ് മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയും കൂടിയാണ്. പോസിറ്റീവ് ന്യൂസാണ് ബിഗ് ബ്ലോക്കിനെ സംബന്ധിച്ച്. LIC അവരുടെ കീഴിലുള്ള റിയൽ എസ്റ്റേറ്റ് അസറ്റുകളൊക്കെ വിൽക്കുന്നതാണ് പറയുന്നത്. 50,000-60,000 കോടി രൂപ വാല്യുവേഷൻ വരും. കൽക്കട്ട, മുംബൈ, ഡൽഹി ഈ സ്ഥലങ്ങളിലുള്ള റിയൽ എസ്റ്റേറ്റ് മോണിറ്റൈസ് ചെയ്യാനുള്ള പ്ലാനാണ്. LICനെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. മഹീന്ദ്ര ലൈഫ് സ്പേസ് ഡെവലപ്പേഴ്സ് ഹ്യൂജ് എക്സ്പാൻഷൻ പ്ലാനുകളാണ് 2026, 27, 28 ഫൈനാൻഷ്യൽ ഇയറിലേക്കൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സെയിൽസ് വലിയ രീതിയിൽ ഇൻക്രീസ് ചെയ്യാനുള്ള എക്സ്പെക്റ്റേഷനാണ്. പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. ലുപിൻ CDMO ബിസിനസ്സിലേക്ക് കിടക്കുകയാണ്. സ്ലൈറ്റ്ലി പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ് ലുപ്പിനെ സംബന്ധിച്ച്. ഹിമാചൽ ഫ്യൂച്ചറിസ്റ്റിക് കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡിന് എതിരായിട്ടുള്ളൊരു ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു യൂറോപ്യൻ യൂണിയനിൽ. അത് ഡിസ്മിസ് ചെയ്തിരിക്കുകയാണ്. ഹിമാചൽ ഫ്യൂച്ചറിസ്റ്റിക് കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ച് അത് പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. ഇനി മേജറായിട്ടുള്ള ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉള്ള ന്യൂസ് എന്ന് പറയുന്നത് അഡാനി പോർട്ടാണ്. അഡാനി പോർട്ടിന് വിഴിഞ്ഞം പോർട്ടിൽ കസ്റ്റം ക്ലിയറൻസ് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അഡാനി മുന്ദ്ര പോർട്ടിൻ്റെ എക്സ്പാൻഷൻ പ്ലാനുകൾ എൻവിറോൺമെൻറ്റൽ ക്ലിയറൻസ് ലഭിച്ചിരിക്കുകയാണ്. 45,000 കോടിയാണ് മുന്ദ്ര പോർട്ട് എക്സ്പാൻഷൻ ആയിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോഴത്തെ കപ്പാസിറ്റി ഡബിൾ, അതായത് ഇരട്ടിയിലധികം കപ്പാസിറ്റി എക്സ്പാൻഷനാണ് അഡാനി പോർട്ട് പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ തന്നെ ടോപ്പ് പിക്കുകളിലൊന്നാണ് അഡാനി പോർട്ട്. വളരെ പോസിറ്റീവായിട്ട് ന്യൂസ് ഫ്ലോസ് ആണ്. നല്ല രീതിയിൽ അഡാനി പോർട്ട് വിഴിഞ്ഞം ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അഡാനി പോർട്ട് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യാനുള്ള ചാൻസസ് തന്നെയാണ് കാണുന്നത്. ഒപ്പം അഡാനിൻ്റെ എൻ്റർപ്രൈസ്, അഡാനി ഗ്രൂപ്പ് കമ്പനികൾ പൊതുവെ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അംബുജ സിമെൻറ്റ് വലിയ രീതിയിലുള്ള എക്സ്പാൻഷനും അതുപോലെ തന്നെ അക്വിസിഷനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അംബുജ സിമെൻറ്റ്, അതുപോലെ തന്നെ അഡാനി ഗ്രീന്, അഡാനി പവർ, ഈ സ്റ്റോക്കുകളും നല്ല രീതിയിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ മുന്നേറാനുള്ള ചാൻസസ് തന്നെയാണ് കാണുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ്. തീർച്ചയായിട്ടും വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യണം. ഇനി നമ്മളെ സംബന്ധിച്ചുള്ള മേജർ ഇവൻ്റ് എന്ന് പറയുന്നത് ബഡ്ജറ്റാണ്. ബഡ്ജറ്റ് റിലേറ്റഡ് ഡിസ്കഷനൊക്കെ ജൂൺ 20 ആരംഭിക്കും. GST റിലേറ്റഡ് ഡിസ്കഷൻ, GST കൗൺസിൽ മീറ്റിംഗ് ഒക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഇമ്പാക്റ്റുകളായിരിക്കാം അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുക. നിഫ്റ്റിയും സെൻസസും വീണ്ടും മുന്നേറാനുള്ള ചാൻസസ് ഒക്കെയാണ് കാണുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വർദ്ധിക്കാതിരിക്കുകയാണെങ്കിൽ നിഫ്റ്റിയും സെൻസസും വീണ്ടും മുന്നേറാൻ. നിഫ്റ്റി ഒരുപക്ഷെ ബഡ്ജറ്റിന് മുമ്പ് 24,000 ലെവൽ ക്രോസ് ചെയ്യാനുള്ള ചാൻസസ് തന്നെയാണ് കാണുന്നത്. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.